നമ്മുടെ സ്കൂളിൽ ഈ വർഷം ഒരുക്കിയ പുൽക്കൂടാണിത്. നല്ല ഭംഗിയില്ല കാണാൻ. 9th സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് ഇതെല്ലാം റെഡിയാക്കിയത്. നല്ലപാടം ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ ചാരിറ്റി പ്രവർത്തനത്തിനാണ് നമ്മൾ ഇന്ന് പുറപ്പെട്ടത്. ആദ്യം പോയത് മണപ്പാടിയിലാണ്. അവിടുത്തെ അമ്മമ്മയെ കണ്ടു, സമ്മാനങ്ങളൊക്കെ കൊടുത്തു. ഭയങ്കര സന്തോഷമാണ് ഈ സമയത്ത് നമുക്കും അവർക്കും. അതിനുശേഷം നമ്മൾ അവിടുന്ന് വെള്ളമെല്ലാം കുടിച്ചു. ചെറിയൊരു ഫോട്ടോ സെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. അടുത്ത സ്ഥലം നമുക്ക് പോകാനുള്ളത് പെരുമ്പള്ളിയിലേക്കാണ്. അവിടത്തേക്ക് പോകാൻ വേണ്ടി കുട്ടികൾ ബസ്സിൽ കയറുകയാണ്. പെരുമ്പള്ളി പോകുന്നതിനേക്കാൾ മുമ്പ് നമ്മുടെ സ്കൂളിലെ സ്റ്റാഫായ കാവ്യ ചേച്ചിയുടെ വീട്ടിൽ പോയി. അവിടുത്തെ ഫുള്ള് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ പെരുമ്പള്ളി ആശ്രമത്തിൽ പോകുന്ന ഭാഗങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ എത്തി കുട്ടികൾ കേക്കും അതേപോലെ അവർക്ക് കൊടുക്കാനുള്ള സമ്മാന പൊതികളൊക്കെ ആയിട്ട് ബസ്സിൽ നിന്ന് ഇറങ്ങി. അവിടെ നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറേ അലങ്കാര ചെടികളും അതേപോലെ നല്ല കാലാവസ്ഥയാണ്. അവിടെ എത്തുമ്പം ഒരു കുഞ്ഞിനെ നിങ്ങൾക്ക് കാണും. ആ കുഞ്ഞിൻ്റെ അമ്മ അമ്പിളി ചേച്ചി നമ്മളെ കൂടെ സാൻജോ സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയെയും കാണാൻ പറ്റി, കുഞ്ഞിനെയും കാണാൻ പറ്റി, വീട്ടുകാരെല്ലാം കാണാൻ പറ്റി. വളരെ സന്തോഷമാണ് ആ സമയത്ത്. വൈകുന്നേരത്തെ ചായയുടെ സമയമായിരുന്നു. അങ്ങനെ അവർ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്ന സമയത്താണ് നമ്മൾ എത്തിയത്. അതിനുശേഷം അവിടുന്ന് കേക്ക് കട്ടിങ് ചെയ്തു. ഇത്തവണ ഇവർക്ക് നമ്മൾ ക്രിസ്തുമസിന് വസ്ത്രങ്ങൾ നൽകിയിരുന്നു. നൈറ്റിയാണ് നൽകിയത്. ഓരോ ടീച്ചറും കൊണ്ടുവന്ന നൈറ്റിയാണ് നമ്മൾ കളക്ട് ചെയ്ത് ഇവിടെ കൊടുത്തത്. കൂടാതെ ഇവർക്ക് ചെരുപ്പ് വാങ്ങിക്കാനുള്ള തുകയും നമ്മൾ കൈമാറുകയുണ്ടായി. സ്കൂളിലെ ഏത് ഫംഗ്ഷൻ വരുമ്പോഴും എൻ്റെ ഡ്യൂട്ടി ഇതാണ്, വീഡിയോ പകർത്താനാണ്. അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോ എടുത്ത് സഹായിച്ചത് അലക്സ് ജിമ്മിയാണ്. അവൻ നന്നായിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മൾ എത്തിയ സ്ഥലം അതിൻ്റെ തൊട്ടടുത്താണ് നമ്മുടെ ലൈബ്രറിയൻ്റെ വീട്. അപ്പോൾ അങ്ങനെ മിസ്സിൻ്റെ വീട്ടിലേക്ക് നമ്മൾ പോയി. അവിടെ നിന്ന് ചായയും പലഹാരമൊക്കെ കഴിച്ചു. കുട്ടികൾ വർത്താനമൊക്കെ പറയാണ്. ടീച്ചറുടെ മകൾ 10ാം ക്ലാസ്സിലാണ്, മകൻ 3ാം ക്ലാസ്സിലാണ്, ചെറിയവൻ UKG ആണ്. അങ്ങനെ ഇവരെല്ലാം നമ്മൾ കണ്ടു. അതിനുശേഷം പുളുഞ്ചിയിലേക്ക് നമ്മൾ വന്നു. ഇവിടെ നമുക്ക് ഒരു അമ്മൂമ്മയെ ആദരിക്കാനുണ്ടായിന്. അമ്മൂമ്മ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മളെ സ്വീകരിച്ചത്. അമ്മൂമ്മയ്ക്ക് പ്രായമായി, 97 വയസ്സിൽ കൂടുതലായി. അങ്ങനെ അമ്മൂമ്മയ്ക്ക് എല്ലാ സമയത്തും ഓർമ്മ കിട്ടുന്നില്ല. ഓർമ്മ ഉള്ള സമയത്ത് ഓരോ കാര്യങ്ങളും ഓർത്തു പറയും. അങ്ങനെ സാന്താക്ലോസിനെയൊക്കെ കണ്ടു. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. അതിനുശേഷം അവിടുന്ന് ചെറിയ രീതിയിലുള്ളൊരു ഫോട്ടോഷൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നമ്മുടെ നല്ലപാടത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ചെയ്തത്. ഈ വർഷം നമ്മൾ 90 വയസ്സ് കഴിഞ്ഞ 2 അമ്മൂമ്മമാരെയാണ് ആദരിച്ചത്. അപ്പോൾ അതിനുശേഷം നമ്മൾ അവിടുന്ന് പലഹാരമൊക്കെ കഴിച്ചു. പലഹാരം കൂടുതൽ കഴിച്ചു കേട്ടോ. നമ്മൾ ഇന്ന് എനിക്കൊക്കെ ഷുഗർ കട്ടായിരുന്നു. ആ ഷുഗർ കട്ടൊക്കെ കണ്ടം വഴി ഓടി. അതിനുശേഷം നമ്മൾ പോകുന്നത് പുളുവിഞ്ചി ഉന്നതിയിലേക്കാണ്. അപ്പോൾ ഈ വർഷം നമ്മൾ തിരഞ്ഞെടുത്തത് പുളുവിഞ്ചി ഉന്നതിയാണ്. അപ്പോൾ അവിടുത്തെ ഉന്നതിയിലെ ആൾക്കാരെ എല്ലാം നമ്മൾ കാണുകയുണ്ടായി. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇതിന് താഴെയാണ് എൻ്റെ വീട്, ആലത്തിങ്കടവ്. ഇവിടെയുള്ള ആൾക്കാരെല്ലാം നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ്. കുട്ടികൾക്കും പുതിയൊരു അനുഭവമായിരുന്നു. അതിനുശേഷം പ്രിൻസിപ്പാൾ സിസ്റ്റർ അവർക്കുള്ള ക്രിസ്മസ് കേക്ക്, അതേപോലെ തന്നെ കുട്ടികൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന
സോപ്പ്, അതേപോലെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. സോപ്പ് മാത്രമല്ല, കുട്ടികൾ ഭക്ഷണ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. ഭക്ഷണ സാധനങ്ങളൊക്കെ നമ്മൾ നേരത്തെ കണ്ട അമ്മൂമ്മമാരില്ലേ, അവർക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ ഇവർക്ക് കൊടുക്കാനുള്ള അത്രയും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവർക്ക് ആവശ്യമായ സോപ്പ്, അതേപോലെ തന്നെ പേസ്റ്റ്, ബ്രഷ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവർക്കും കൊടുത്തു. ഇവിടെ 30 വീട്ടുകാരാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുത്തു. ഇതെല്ലാം നല്ല പാടത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളുടെ 2 പേരുടെയും വക ഹാപ്പി ക്രിസ്മസ്.